കേരളത്തിലെ ജനങ്ങൾ നെഹ്റു കുടുംബത്തിലെ ഒരംഗം കൂടിയായ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും സ്റ്റാർ ക്യാമ്പയിനറായിരുന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. കേരളം, വയനാട് മാത്രമല്ല, ഈ സംസ്ഥാനം ഒട്ട് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെയും സ്വീകരിക്കും. അവര് ഈ ഫാസിസ്റ്റ് വർഗീയ മുന്നണിക്കെതിരായി അതിശക്തമായ പോരാട്ടം നയിക്കുന്നതിന്റെ മുന്നണി പോരാളിയാണ്. ഭയമില്ലാതെ, ഭീതിയില്ലാതെ, വിട്ടുവീഴ്ചകളില്ലാതെ വർഗീയതയുമായും ഫാസിസവുമായും ഏറ്റുമുട്ടുന്ന കോൺഗ്രസ് നേതാവാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ഒറ്റക്കെട്ടായി ഹൃദയപൂർവ്വം അവരെ സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലേക്ക്. തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇതിനു മുൻപ് അവസരങ്ങൾ ഉണ്ടായപ്പോഴും മാറി നിൽക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞു, രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചപ്പോൾ 2 മണ്ഡലത്തിനും സന്തോഷമാകുന്നൊരു തീരുമാനം എടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം റായ്ബറേലിയിൽ തുടരാൻ രാഷ്ട്രീയമായ കാരണങ്ങളാൽ റായ്ബറേലിയിൽ തുടരണം എന്നാണ് തീരുമാനമെടുത്തത്. ദേശീയ തലത്തിൽ UP ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് വലിയൊരു തെരഞ്ഞെടുപ്പ് കൂടി അവിടെ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തുടരണം. എന്നാൽ വയനാട്ടിലെ ജനങ്ങളെ നിരാശരാക്കാതെ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തിരിക്കുകയാണ്. ഉചിതമായ തീരുമാനമാണ്, ആഹ്ലാദകരമായ തീരുമാനമാണ്. വൻ ഭൂരിപക്ഷത്തിൽ, രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വയനാട്ടിലെ വോട്ടർമാർ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം. രാഹുൽ ഗാന്ധി ആദ്യമേ ഉത്തരേന്ത്യയിൽ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു നാടകത്തിന്റെ വേഷം രാഹുൽ ഗാന്ധിയെ കൊണ്ട് കെട്ടിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് വിനോദ് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ രാഷ്ട്രീയ നേതാക്കന്മാർ 2 സ്ഥലത്ത് മത്സരിക്കുന്നത്? 2 സ്ഥലത്ത് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണോ? അല്ലല്ലോ, ആദ്യമായിട്ടല്ലല്ലോ മത്സരിക്കുന്നത്. 2 സ്ഥലത്തും മത്സരിച്ച് ഒരു സ്ഥലത്ത് രാജിവെക്കും, 2 സ്ഥലത്തും തിരഞ്ഞെടുക്കപ്പെട്ടാൽ. അത് ഇന്ത്യയിൽ നരേന്ദ്രമോദി മത്സരിച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളും മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരുപോലെ മത്സരിക്കണം. നേരത്തെ ഇവരുടെ പരാതി ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ ദക്ഷിണേന്ത്യയിൽ വന്ന് മാത്രം മത്സരിക്കുന്നു, കേരളത്തിൽ വന്ന് മാത്രം മത്സരിക്കുന്നു എന്ന് പരാതി പറഞ്ഞ ആളുകളാണ് ഇപ്പോ ഉത്തരേന്ത്യയിൽ മത്സരിച്ചതിനെ പരിഹസിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് നിന്ന്, ഹിന്ദിയുടെ ഹൃദയഭൂമിയിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചതിനേക്കാൾ ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇതൊക്കെ വെറുതെ എന്തെങ്കിലും പറയേണ്ടത്. ഈ വയനാട് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഫാമിലി മണ്ഡലമായി മാറ്റുകയാണ്. ഇവിടെ കോൺഗ്രസ്സുകാർ ആരും ഇല്ലേ എന്നാണ്. അല്ല, അദ്ദേഹം വേറെ കാര്യം കൂടി ചോദിച്ചു, വയനാടുമായിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് ബന്ധമാണെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജ്യത്ത് മുഴുവൻ ഈ വർഗീയതയ്ക്കെതിരായും ഫാസിസത്തിനെതിരായും പോരാടുന്ന മുന്നണി പോരാളിയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി. നെഹ്റു കുടുംബത്തിന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് എന്താണ് ബന്ധം? ഇന്ത്യയുടെ ഹൃദയത്തിൽ അഴിഞ്ഞുകയറുന്ന ബന്ധമാണ് ആ ബന്ധമുള്ളത്. ഇദ്ദേഹം എവിടെ നിന്നാണ് രാജ്യസഭയിലായത്? ആ സംസ്ഥാനമായിട്ട് എന്തൊരു ബന്ധമായിരുന്നറിയോ? രാജ്യസഭാ മെമ്പറായപ്പോ ഇതൊക്കെ പറയുമ്പോ ഈ ഒരു വിരൽ നമ്മുടെ നേരെ ചൂണ്ടുമ്പോ ബാക്കിയുള്ള വിരലെല്ലാം സ്വന്തം നെഞ്ചത്തോട്ടാണ് ചൂണ്ടുന്നത്. കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടല്ലല്ലോ കേന്ദ്രമന്ത്രിയായത്, ഏതോ സംസ്ഥാനത്ത് പോയിട്ട് MP ആയിട്ടല്ലേ. ആ സംസ്ഥാനമായിട്ട് അദ്ദേഹത്തിന് എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത്? അതിനേക്കാളൊക്കെ വലിയ ഹൃദയബന്ധം പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ കേരളത്തിനോടുണ്ട്. 2 മണ്ഡലത്തിലും കൂടി ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒന്ന് ചേലക്കരയും, ഒന്ന് പാലക്കാടും. പാലക്കാട് പല പേരുകളും കേൾക്കുന്നുണ്ട്, പിഷാരടിയുടെ പേര് കേൾക്കുന്നുണ്ട്, ചേലക്കരയും പല. എന്താണ് അതിന്റെ യഥാർത്ഥം? അത് നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഓരോ പേര് നിങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഇതുവരെ കടന്നിട്ട് പോലുമില്ല, ആലോചിച്ചിട്ട് പോലുമില്ല. അവിടെ KPCC യോഗം 20-ാം തീയതി വെച്ചിട്ടുണ്ട്. അന്ന് തന്നെ UDF യോഗം വെച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങളുണ്ട്. ഈ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞ് കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ ഇലക്ഷൻ കമ്മിറ്റി കൂടി വരുന്ന പ്രപ്പോസൽസ് ഹൈക്കമാൻഡിന് അയച്ചിട്ട് കേന്ദ്ര നേതൃത്വമാണ് പേര് പ്രഖ്യാപിക്കേണ്ടത്. അതെങ്കിലും ഒന്ന് തീരുമാനിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഉൾനാടന്റെ ഹർജിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ള എതിർകക്ഷികൾക്കും വീണയ്ക്കും ഹൈക്കോടതി അഭിഭാഷകമായി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും ആ കേസ് വിജിലൻസ് തള്ളിയ സാഹചര്യത്തിൽ വിജിലൻസ് തള്ളിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ മാത്യു കൊളനാടൻ പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ആ കേസ് പോകും. ഒരു വിചാരണ കോടതിയിൽ തള്ളിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ അപ്പീൽ പോവാണ്.
അപ്പീല് ഫൈറ്റ് ചെയ്യും, നിയമപരമായി ഫൈറ്റ് ചെയ്യും ആ കേസ്. ഈ CPM പറയുന്ന പോലെ ശല്യക്കാരനെ വ്യവഹാരി ശല്യക്കാരൻ തന്നെയായിരിക്കും. അല്ല, അദ്ദേഹം ഒരു കേസ് കൊടുത്തതിന് അദ്ദേഹത്തെ ശല്യക്കാരനായ വ്യവഹാരി എന്ന് വിളിക്കുന്നതിന്റെ കാര്യം എന്താ? ശല്യക്കാരനായ വ്യവഹാരി എന്ന് പറഞ്ഞാൽ നിരന്തരമായി കാണുന്നവർക്കെതിരെ എല്ലാം പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് പറയുന്നത്. അങ്ങനെ മാത്യു കൊള്ളനാടൻ ആർക്കെതിരായിട്ടാണ് ആവശ്യമില്ലാതെ പരാതി കൊടുത്തിരിക്കുന്നത്? അദ്ദേഹം ഒരു കേസ് കൊടുത്തു, അദ്ദേഹം അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. ആ കേസിൽ കണ്ടന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൗർഭാഗ്യവശാൽ അത് വിജിലൻസ് കോടതി തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ പോകണ്ടേ? എക്സാലോജിക്ക് തെരഞ്ഞെടുപ്പിൽ അവരുടെ പരാജയത്തിന് ഒരു ഘടകമായിട്ടുണ്ട്. ഉറപ്പായിട്ടും. കാരണം ഞങ്ങൾ ജനങ്ങളോട് ഇത് അഴിമതിക്കാരുടെ സർക്കാരാണ്, ജനങ്ങളെ മറന്നുപോയ സർക്കാരാണ്, മുൻഗണനകളില്ലാത്ത സർക്കാരാണ്, പാവങ്ങളെ മറക്കുന്ന സർക്കാരാണ്. ഈ സർക്കാരിനോടുള്ള അതിശക്തമായ പ്രതിഷേധം അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് 2019 തെരഞ്ഞെടുപ്പല്ല, 2024 തെരഞ്ഞെടുപ്പിലെ ബൂത്ത് തലത്തിൽ CPM ഒന്ന് റിവ്യൂ ചെയ്താൽ ബംഗാളിലും ത്രിപുരയിലും നേരത്തെ സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ തുടക്കമാണ് എന്ന് മനസ്സിലാവും. പാർട്ടി ഗ്രാമങ്ങളിൽ വരെയാണ് ഒഴുകിപ്പോയിരിക്കുന്നത്, ഒഴുകിപ്പോയിരിക്കുന്നത്. ഇവരെന്തെല്ലാം പ്രചരണം നടത്തി. വടകരയിൽ സംഘപരിവാറിനെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയ പ്രചരണമാണ് CPM നടത്തിയത്. എന്നിട്ട് ഞങ്ങളുടെ തലയിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിന്റെ തലയിലും കെട്ടിവെക്കാൻ ശ്രമിച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ, കാഫിർ എന്നുള്ള കള്ളപ്രചരണം നടത്തിയത് ആരാണ്? CPM തന്നെയാണ്. വ്യാജമായി ആ ഇട്ടെന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ കാസിം കൊണ്ടുപോയി പോലീസോട് പറഞ്ഞു, നിങ്ങൾ എന്റെ ഫോൺ പരിശോധിക്കുക, ഉണ്ടെങ്കിൽ എനിക്കെതിരായി കേസെടുക്കാൻ പോകും. ഇപ്പൊ പോലീസ് പറഞ്ഞിരിക്കുന്നത് കാസിമിന് യാതൊരു പങ്കും അതിനകത്തില്ല. അപ്പൊ ആരാണ്? പോരാളി ഷാജി, എന്താണ് അമ്പാടി സഖാക്കൾ, പിന്നെ മുൻ MLA KK ലതിക, അവരെല്ലാമാണ് ഇതെല്ലാം പ്രചരിപ്പിച്ചത്. അവര് തന്നെ ഒരു വ്യാജ കണ്ടന്റ് ഉണ്ടാക്കി, ഒരാളുടെ പേരിൽ ഫേക്ക് ഐഡിയിൽ വ്യാജമായി കണ്ടന്റ് ഉണ്ടാക്കി അവര് തന്നെ പ്രചരിപ്പിച്ച് വർഗീയ വിഭജനം വടകരയിൽ ഉണ്ടാക്കാൻ നോക്കി. ഞാൻ പറഞ്ഞ സംഘപരിവാർ നാണിച്ചു പോകും ഈ CPMന്റെ മുമ്പിൽ. കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം, എന്തും ജയിക്കാൻ എന്തും വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവരുടെ സംഘമാണ് CPM. എന്തൊരു കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ഈ കാഫിർ പ്രചരണമൊക്കെ? എത്രമാത്രം ഈ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയല്ലേ സംഘപരിവാർ ചെയ്യുന്നത്. CPM കേരളത്തിൽ ഒരു വ്യാജ കണ്ടന്റ് ആണല്ലോ. ഇപ്പൊ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ ഈ CPM ഹാൻഡിലുകൾ ഞങ്ങളെയൊക്കെ എത്ര മോശമായിട്ടാണ്, ഞങ്ങളുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ആളുകളെ കുറിച്ച് മാധ്യമപ്രവർത്തകർക്കെതിരെ, വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ, രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അപകീർത്തികരമായ പ്രചരണം നടത്തിയിരുന്ന CPM ഹാൻഡിലുകളെല്ലാം ഇപ്പൊ പീരങ്കി തിരിച്ചു വെച്ചിരിക്കുന്ന എങ്ങോട്ടാ? പിണറായി വിജയനിലേക്കും CPM നേതൃത്വത്തിലേക്കും തിരിച്ചു വെച്ചിരിക്കുക. അടിയാണ്, പരസ്പരം പോരാണ്. ഈ ഓരോ ഹാൻഡിലിന്റെ പുറകിലും ഓരോ പ്രധാനപ്പെട്ട CPM നേതാക്കളുണ്ട്. അവര് തമ്മിൽ പ്രസ്താവന യുദ്ധം നടത്തുന്നതിന് പകരം അവരുടെ ഹാൻഡിലുകളെ കൊണ്ടാണ് ഈ സംസാരിപ്പിക്കുന്നത്. CPM ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ അടിവരയിട്ട് എഴുതി വെച്ചോ, ഡി ജനറേഷനാണ്, ജീർണത ബാധിച്ചിരിക്കുകയാണ് ആ പാർട്ടി ബംഗാളിലെയും ത്രിപുരയിലെയും പോകും. ഇത് അവസാനിച്ച് കുഴിച്ചു മൂടിയിട്ട് വാഴയും കൂടി വെച്ചിട്ട് പിണറായി വിജയൻ പോകുമെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതാണ്. അതെന്നെ സംഭവിക്കാൻ തൃശ്ശൂരിലെ കാര്യം കൂടി വന്നാല്, തൃശ്ശൂരിൽ ഇന്ന് വരെ പോസ്റ്റർ വിവാദം നിരന്തരമായ പ്രശ്നങ്ങളാണ്. ഈ നിങ്ങൾ കമ്മിറ്റിയെ വെച്ചു, പുതിയ അന്വേഷണ കമ്മീഷനെ വെച്ചു, പുതിയ DCC പ്രസിഡന്റിനെ വെച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് വല്ലവരും കൊണ്ട് പോസ്റ്റ് ഒട്ടിക്കുമ്പോൾ എടുക്കാൻ പോണ രാവിലെ വീട്ടിൽ ആർക്കും വേണമെന്ന് ഒട്ടിക്കുക, ഒരു CPM കാരന് ഒട്ടിക്കുക, ആർക്കും ഒട്ടിക്കാൻ വന്ന് ആരെങ്കിലും രാത്രി ഇനി വേണേ ക്യാമറ വയ്ക്കാം, ആരാണ് ഒട്ടിക്കണെന്ന് അറിയാൻ വേണ്ടി. ഈ പോസ്റ്റ് ഒട്ടിക്കണൊക്കെ അതൊക്കെ ഒരു ബോധമില്ലാത്ത ആളുകളാണ് ചെയ്യുന്നത്. ആർക്കും വേണമെങ്കിൽ പോസ്റ്റ് ഒട്ടിക്കണ കണ്ടിട്ടാണ് രാഷ്ട്രീയ തീരുമാനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നത്. ഇത് നിങ്ങൾ 2 ദിവസം ആ പോസ്റ്റ് ഒന്നും കണ്ടില്ല എന്ന് വിചാരിക്കാം. പാർട്ടി ഓഫീസിന് അവിടെ കൊണ്ട് ആരെങ്കിലും പോസ്റ്റർ ഒട്ടിച്ച് നിങ്ങൾ കണ്ടില്ല എന്ന് വെച്ചാൽ പിന്നെ ഈ പോസ്റ്റർ ഉണ്ടാവില്ല. നിങ്ങൾ രാവിലെ ചെന്നിട്ട് എടുക്കാൻ പോകുന്നതുകൊണ്ടാണ്